സ്പൂണല്ലേ മുട്ട പൊടിച്ച് വയ്ക്കുന്നത് ഒരു സ്പൂൺ. നമ്മളെ താളില്ല പോലെ കൊണ്ടാ അമ്മ എടുക്കറാ. എന്നാ ഇന്നത്തെ പരിപാടി അപ്പൊക്ക് ഇന്ന് ചേമ്പും തണ്ടും മുട്ടയും കൊണ്ടൊരു തോരന. ആ ചേമ്പും തണ്ടും മുട്ടയും കൊണ്ട് തോരന അല്ലേ. നേർങ്ങനെ വിളിക്കണം ഇത്. അങ്ങനെ നമ്മുടെ ചേമ്പും തണ്ട് മുറിച്ചായിട്ടുണ്ടേ. കൈ ചൊറിയുന്നുണ്ടോ മുറിച്ചിട്ട്? അയ്യോ ഇല്ല. അമ്മ ചൊറിയുന്നുണ്ടോ? കൈ ചൊറിയൊന്നുമില്ല. ചിലവര് പറയും കൈ ചൊറിയുന്നു ചേമ്പും തണ്ട് മുറിച്ചാൽ. കൈ ചൊറിയൊന്നുമില്ല കേട്ടാ. ചീമച്ചേമ്പാന്ന് എന്റെ ഇതാണ് പോളയാണ്, അതാ മുറിച്ചത്. ഇനി വേറെ ഏതെങ്കിലും ചെമ്പ് മുറിച്ചാൽ കൈ ചൊറിയെന്ന് നമുക്കറിയില്ല അല്ലെ. സ്കൂളിൽ ചിക്കനെല്ലാം ഉണ്ട് അമ്മേ. സ്കൂളിൽ ചിക്കൻ ഉണ്ടമ്മേ. അതുകൊണ്ട് നക്ഷത്രക്ക് പോകാൻ ഭയങ്കര ഇഷ്ടം. ഞാനിന്ന് പോണ്ടാ പറഞ്ഞേ എങ്ങനെ ഉണ്ടാക്കാൻ. ഓളെന്ത് കരയുന്നു. ഞാൻ പോകുമ്പോ ഇന്ന് നേരത്തെ ഇന്നെന്താ പ്രത്യേകത? ഇന്ന് ക്രിസ്മസിന്റെ പരിപാടി അടക്കെല്ലാം ഉണ്ടാവുന്നുണ്ട്. അമ്മ പഠിച്ച സ്കൂളൊന്നല്ല ഇപ്പൊ. അതല്ലേ ചിക്കൻ അല്ല മുട്ട അല്ല. നമുക്കെന്നാന്ന് ചെറുപയറും കഞ്ഞിയും കടലയും കഞ്ഞിയും. നമ്മ ആദ്യം പഠിക്കുന്ന സമയത്ത് ചെറുപയറും ഉണ്ടായിട്ട്. ചെറുപയറും കഞ്ഞ അല്ല. LP സ്കൂൾ പഠിക്കുന്ന സമയത്ത് ചെറുപയറും കഞ്ഞിയെല്ലാം ഉണ്ടാ? ഇല്ലല്ല, ഉപ്മാവില്ലല്ലോ ആ സമയത്ത്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഉപ്മാവില്ലു. പിന്നെ കഞ്ഞിയെല്ലാം മഞ്ഞ. നല്ല മറ്റേ ഉപ്മാവില്ല, തരി തരിയിലെ മഞ്ഞ ഉപ്മാവ് അതാണ് ഉണ്ടായിരുന്നു ഞാനെല്ലാം പഠിക്കുന്ന സമയത്ത്. ചട്ടി വെച്ചിട്ടുണ്ടേ. പറഞ്ഞിട്ടാ ചട്ടി വെച്ചതാ. സാറില്ല. തലവേദന എടുക്കുന്നുണ്ടാ? പനിയാ. ഇപ്പൊ കൊറോണ ആദ്യം രണ്ടാമത് വരുന്നുണ്ട്. ആദ്യം ഇപ്പൊ മാസ്ക് എല്ലാം കെട്ടേണ്ടി വരും. ആസ്പത്രിയെല്ലാം കൊറോണ അണുക്കളൊന്നും പോവൂല അപ്പൊ അങ്ങനെ. ഇനിയെല്ലാം എന്തെല്ലോ രോഗം വന്നിട്ട് മനുഷ്യന്മാർ മരിച്ചു പോകും. എന്താ ചെയ്യാ, അങ്ങനത്തെ കാലാണ് വരാൻ പോകും. വെളിച്ചെണ്ണ എണ്ണ ചൂടായിട്ടാ. ഇത് ചെറിയ ഉള്ളിയാ. കുറച്ച് മഞ്ഞപ്പൊടി അല്ലേ. ഇത് അധികം ഇതാവുണ്ടാവുന്നു അല്ലേ. ഉള്ളി അധികം വയറ്റെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സൈഡല്ലതാ. മഞ്ഞപ്പൊടിന്റെ പച്ചമണം മാറുന്നവരെന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പച്ചമണം മാറിയില്ലേ? അധികം വയറ്റ് കൊടുക്കണ്ട അല്ല ഉള്ളി. മുറിച്ച് വെച്ച ചേമ്പിന്റെ കഷ്ണം നമ്മളിവിടെ താള് എന്നാ പറയില്ലേ. താളിന്റെ മുറിച്ച് വെച്ച കഷ്ണങ്ങൾ. ഈ താളിന്റെ വെള്ളത്തിൽ ഇതാവണം അല്ലേ. വെള്ളം ഒഴിക്കണ്ടേ അല്ലേ.
കാണാൻ കൊറേ ഉണ്ടല്ലേ, ഇതായിക്കഴിഞ്ഞാൽ അത്രേ ഉണ്ടാവുള്ളൂ അല്ലേ. കുറച്ച് ഉപ്പേ മതി മതി. അടിയിലാക്കി നല്ല മസാല പിടിക്കും. ചെമ്മിന്റെ കഷ്ണം ഇപ്പൊ ഇത്ര പോലെ ഇല്ലു അല്ലേ, നിറച്ചുണ്ടായതോ. ഇനി എന്നിട്ടുണ്ട് എന്നാ തേങ്ങ ഇട്ടോ. തേങ്ങ കുറച്ചല്ലേ, 2-3 സ്പൂണും അല്ലേ. ചെറിയ കഷ്ണാക്കണം അല്ലേ ചെമ്പ്. കാണാൻ നല്ല രസമുണ്ടേ. കൂട്ടുമ്പോ അതിൽ കൂടുതൽ രസം അമ്മ പറഞ്ഞു വെച്ചാലേ ആക്കുന്നേ. അമ്മ പറഞ്ഞിട്ടല്ലേ ആക്കുന്നവരെ കഴിവാണ്. അതെ, അമ്മയോട് ഇരിക്കുന്നുണ്ടേ, അമ്മയെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അമ്മേനെ അധികം ബുദ്ധിമുട്ടിപ്പിക്കണ്ട വിചാരിച്ചിട്ടാ. മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ടേ, നടുവില്ലല്ലേ. ഒന്നേ കൊണ്ടു 2 3 മുട്ട വെച്ചില്ലേ. 3, 2, 4 അത്ര ഒഴിക്കല്ലേ. ഒരു നുള്ളു കുരുമുളക് ഇടുന്നുണ്ട് പൊടി. ഉപ്പ് വേണ്ടല്ലോ, ഉപ്പ് മറ്റേ ഉണ്ടല്ലോ. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലേ. കുറച്ചും കൂടെ ആവാനുണ്ട് അല്ലേ, ചെറുങ്ങനെ വെള്ളം കണക്കെ ഉണ്ട് അല്ലേ. ആ താളിതാണല്ലേ, വെള്ളം ഒഴിച്ചിട്ടല്ല, താളിതാണ്. ആ കുറച്ചും കൂടെ. അപ്പൊ നമ്മുടെ വെള്ളം പറ്റിയിട്ടുണ്ട് അല്ലേ. വെള്ളം പറ്റി നമ്മുടെ മുട്ടത്തോരൻ, ചേമ്പും തണ്ട് മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാ ആഹാ ഇട്ടെ ഉണ്ടാ എന്താണല്ലേ, അടിപൊളി. ഇനി ഇറക്കി വെച്ചാൽ മതി. എടുക്കമ്മേ, തിന്നോക്കറാ. ആദ്യം അച്ഛനമ്മയെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടേ. ഇതുണ്ട് നല്ല രസമുണ്ട്. രസമുണ്ടാ? ഇതുണ്ട് നല്ല തന്നെയാ. ഇപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേ. നമ്മുടെ ചേമ്പും തണ്ടും മുട്ടിയും തോരൻ നമ്മളിങ്ങോട്ട് വറവെന്നാ പറയണേ. രസമുണ്ടല്ലാ, കുഞ്ഞെള്ളം കുട്ടികളെല്ലാം തിന്നുവച്ചാ പിള്ളമാറ് മുട്ടയുടെ ഇട്ടോണ്ട് കുട്ടികളെ എന്റെ പണി ചേമ്പും തണ്ടും തിന്നോളൂ. അമ്മ അപ്പൊ ചേമ്പും തണ്ട് വീട്ടിലുണ്ടെങ്കിൽ ഇതേപോലെ ആക്കി നോക്കിക്കോ. സംഭവം അടിപൊളി ടേസ്റ്റ് ആണ്. വീട്ടിലെ കുട്ടികളെ ഇത് തിന്നും ചെയ്യും. നല്ല രസമുണ്ടാവും. അതെ, പിള്ളമാർ നല്ലോണം വാറ്റുന്നു പറയുന്ന പോലെ. നമ്മളെ താത്ത എടുത്താ നമ്മള് ശരിയാ താത്ത.
ഓക്കെ